ഫാഷൻ ലോകത്തെ മികച്ച സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റുകളും നിഷ്കളങ്കമായ ചിരിയും തികഞ്ഞ ആത്മവിശ്വാസവുമുള്ള പെൺകുട്ടി അപർണ തോമസ്. ഒരുപാട് നെഗറ്റിവിറ്റി കൊണ്ട് ഇന്ന് കാണുന്ന ഉയരം കെട്ടിപ്പടുത്തുയർത്തി അവരുടെ മുകളിൽ കാൽ കൊണ്ട് ചവിട്ടി നിൽക്കുന്ന പെൺകുട്ടി എന്ന അക്ഷരത്തിൽ നമുക്ക് പറയാം. മലയാള ഡിജിറ്റൽ മീഡിയയിലും മിനി സ്ക്രീനിലും സ്വന്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച താരം കൂടിയാണ് അപർണ തോമസ്. മോഡലിംഗിൽ നിന്ന് തുടങ്ങി അവതാരകയായും അഭിനേത്രിയായും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും വളർന്ന അപർണയുടെ ജീവിതത്തിലേക്കുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് ആരാധകർ അറിയിക്കാറുണ്ട്. മോഡലിംഗ്, ആങ്കറിംഗ്, ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്റർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അങ്ങനെ എന്തു മേഖലയിലും തൻ്റെ കയ്യിൽ നന്നായി തന്നെ വഴങ്ങുമെന്ന് തെളിയിച്ചൊരു താരം കൂടിയാണ്. പോരാഞ്ഞിട്ട് തന്നെ ഖത്തർ എയർവേസ് എന്ന എയർവേസിൽ ഏറ്റവും പ്രശസ്തമായ കമ്പനിയിലെ ഒരു മികച്ച എയർ ഹോസ്റ്റസ് കൂടിയായിരുന്നു അപർണ തോമസ്. ആ ജോലി ഉപേക്ഷിച്ചതുപോലും ജീവയുമായിട്ടുള്ള തൻ്റെ ജീവിതം വീണ്ടും ആരംഭിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. എയർ ഹോസ്റ്റസായി ജീവിക്കുമ്പോൾ തന്നെ ഷെഡ്യൂളുകളുടെയും ടൈമുകളുടെയും വ്യത്യാസത്തിൽ ഇവർ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. സ്വന്തം നിലപാടുകൾ കൊണ്ടും തനതായ സ്റ്റൈൽ സെൻസ് കൊണ്ടും ഒക്കെ സോഷ്യൽ മീഡിയയിൽ മിനിസ്ക്രീനിലും ഒരുപോലെ ശ്രദ്ധേയായ വ്യക്തിയാണ് അപർണ. ഗ്ലാമറിനൊപ്പം ആത്മവിശ്വാസം കൂട്ടിനുണ്ടെങ്കിൽ ഏതൊരു മേഖലയിലും തൻ്റെതായ ഒരിടം വെട്ടിപ്പിടിക്കാമെന്ന് തെളിയിച്ച അപർണയുടെ ജീവിതത്തിൽ ഇപ്പോൾ പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസിൽ ഫ്ലൈറ്റ് അറ്റൻഡന്റായി കരിയർ ആരംഭിച്ച അപർണ ഫാഷൻ ലോകത്തിലുള്ള കടുത്ത താല്പര്യം കൊണ്ട് മോഡലിംഗിലേക്ക് ചുവടുവെക്കുന്നു. ഫോട്ടോഷൂട്ടുകളിലൂടെ തന്നെ നിരവധി കാര്യങ്ങൾ പറയുന്നു. സിനിമകളിലും ഇടയ്ക്ക് തല കാണിച്ചു. അതിലൂടെ തന്നെ എല്ലാ മേഖലയും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു. ക്യാമറ എഡിറ്റിംഗ് ഉൾപ്പെടെ എല്ലാം ആദ്യമേ സ്വയം പഠിച്ചു. എല്ലാം കൈകാര്യം ചെയ്യാൻ എളുപ്പമാണെന്ന് മനസ്സിലായി. ഫോട്ടോഷൂട്ടുകളിലൂടെ സൗന്ദര്യ മത്സരങ്ങളുടെയും ശ്രദ്ധിക്കപ്പെട്ടു. ജെയിംസ് ആൻഡ് ആലീസ് എന്ന ചിത്രത്തിൽ അഭിനയ രംഗത്തേക്ക് എത്തിച്ചു. ടെലിവിഷൻ ആങ്കറിംഗിൽ എത്തിയ അപർണ തൻ്റെ സംസാര ശൈലി കൊണ്ട് സ്ക്രീൻ പ്രസൻസ് കൊണ്ടും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകരെ കയ്യിലെടുത്തു. ഒരു ശൈലി രൂപപ്പെടുത്താൻ അപർണയ്ക്ക് കഴിഞ്ഞു എന്നതും തികച്ചു സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന സൈബർ അറ്റാക്കുകളെയും നെഗറ്റീവ് കമന്റുകളെയും നേരിട്ടിട്ടുണ്ട്. ഇതുപോലെ ഫിറ്റ്നസ്, യാത്രകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകളാണ് പങ്കുവയ്ക്കാറുള്ളത്. അതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതും. അപർണയുടെ കണ്ടന്റുകൾ പൂർണ്ണവും അങ്ങനെ തന്നെയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് പോലെയുള്ള TV ഷോകൾ അപർണയും ജീവയും ഒരുമിച്ച് അവതരിച്ച് വന്നപ്പോൾ അത് പ്രേക്ഷകർ വളരെ ഹിറ്റായി ഏറ്റെടുക്കുകയും ചെയ്തു. തൻ്റെതായ ശൈലി കൊണ്ട് എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു താരം തന്നെയാണ് അപർണ തോമസ്. ഇപ്പോഴുള്ള വേർപിരിയൽ വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അപർണയുടെ വാർത്തകൾ വീണ്ടും ചർച്ചയായി മാറുന്നത്. ഇടയ്ക്ക് വെച്ച് വണ്ണം നന്നായി കുറഞ്ഞൊരു ട്രാൻസിഷൻ തന്നെ അപർണ നടത്തിയിരുന്നു. കുറച്ചധികം മാസങ്ങളായി തന്നെ ജിമ്മുമായി വളരെ അടുത്ത ബന്ധത്തിൽ തന്നെയാണ് ഇപ്പോൾ താരം. ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, തൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ലഭിക്കുന്നു എന്നൊക്കെ തന്നെയാണ് പൊതുവെ താരം പറയാറുള്ളത്. പ്രേക്ഷകരെല്ലാവരും വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.